Hi friends, welcome to Amy's Kitchen. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മക്രോണി കസ്റ്റാർഡ് ആണ്. ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് ബദാം ഇട്ട് കൊടുക്കുക. കുറച്ച് നിലക്കടല ഇട്ട് കൊടുക്കുക. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായി റോസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് മുന്തിരി ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നട്ട്സ് എല്ലാം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഒരു കപ്പ് പുഴുങ്ങി വെച്ച മക്രോണി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അടി കട്ടിയുള്ള ഒരു പാനിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ തിളപ്പിക്കാൻ വെക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ബൗളിലോട്ട് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും പാലും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ തന്നെ ഇളക്കാം. പാൽ ചൂടായി വരുന്ന സമയത്ത് 1 കപ്പ് പഞ്ചസാര ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് കണ്ടൻസ് മിൽക്കും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്കാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. പാൽ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി ഒഴിച്ചു കൊടുക്കുക. ഒട്ടും കട്ടയിലുണ്ടാവാൻ പാടില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. കസ്റ്റാർഡ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസി ആക്കുമ്പോൾ എടുക്കാം. ഒരു ബൗളിലോട്ട് ഇത് മാറ്റാം. നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ച കട്ട് ചെയ്ത് വെച്ച മക്രോണി ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം 1 കപ്പ് ഐസ്ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട